السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولوطا إذ قال لقومه إنكم لتأتون الفاحشة ما سبقكم بها من أحد من العالمين. أئنكم لتأتون الرجال وتقطعون السبيل وتأتون في ناديكم المنكر. فما كان جواب قومه إلا أن قالوا ائتنا بعذاب الله إن كنت من الصادقين. قال رب انصرني على القوم المفسدين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ അല്ലാഹുവിന് തൃപ്തിയുള്ള മാർഗങ്ങളിലേക്ക് വിനിയോഗിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്ര പരമ്പരകൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും മക്കളുടെയും ചരിത്രമായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിലൂടെ വിശദീകരിക്കപ്പെട്ടത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച സമകാലികനായ മറ്റൊരു പ്രവാചകനായിരുന്നു മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ 27 സ്ഥലത്ത് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പരാമർശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകനായിരുന്നു എന്നത് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബന്ധു കൂടിയായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിലേക്ക് ആകൃഷ്ടരായ ഏക വ്യക്തിയായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് ചെവിക്കൊള്ളാൻ അധിക ആളുകളും തയ്യാറായിട്ടില്ല എന്നർത്ഥം. ലൂത്ത് നബിയെയാണ് അദ്ദേഹത്തിന് ഒരു അനുയായി എന്ന് പറയാവുന്ന നിലയ്ക്ക് ലഭിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻകബൂത്തിലെ 26-ാമത്തെ ആയത്ത്, ഫആമന ലഹു ലൂത്ത്, അദ്ദേഹത്തിൽ ലൂത്ത് വിശ്വസിച്ചു. വേറെ അധികം ആളുകളെ നമുക്ക് എണ്ണി പറയാനോ ചരിത്രത്തിൽ പറയുന്നില്ല. ആദ്യ കാലഘട്ടത്തിൽ മഹാനായ പ്രവാചകനിൽ വിശ്വസിച്ചത് ലൂത്ത് മാത്രമാണ്. അങ്ങനെയാ വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടതിന്റെ ശേഷം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നാടുവിട്ട് പോകുന്ന സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഫആമന ലഹു ലൂത്ത്, അദ്ദേഹത്തിൽ ലൂത്ത് വിശ്വസിച്ചു.
ഫഖാല, എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ചിടത്തേക്ക് ഞാൻ ഹിജറ പോവുകയാണ് എന്ന്. ആ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഹിജറ പോകുവാൻ ലൂത്ത് അലൈഹിസ്സലാമും ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ലൂത്ത് നബി അലൈഹിസ്സലാം പിന്നീട് അവിടെ നിന്ന് പോയത്, അദ്ദേഹം പിന്നീട് പോയി താമസം ഉറപ്പിച്ചത് സദൂം എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിരുന്നു. അവിടേക്കാണ് മഹാനായ ലൂത്ത് അലൈഹിസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ സുഹൃത്തുക്കളെ മറ്റൊരു കാര്യവും കൂടെ ഇതിന്റെ കൂടെ മനസ്സിലാക്കണം. ലൂത്ത് അലൈഹിസ്സലാം മാത്രമാണ്, അതല്ലെങ്കിൽ അതിനേക്കാൾ വേറെ ചില റിപ്പോർട്ടിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചത് എന്ന് വരുമ്പോൾ, ഇസ്ലാമിക ദഅ്വാ രംഗത്ത് നിങ്ങൾ പണിയെടുത്തിട്ട് നിങ്ങൾക്ക് എത്ര പേരെ കിട്ടി എന്ന ചോദ്യം നാളെ പരലോകത്ത് ഒരാൾക്കും നേരിടേണ്ടി വരില്ല. അതേ അവസരത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മൾ സജീവമാകേണ്ടുന്നതിന്റെ പ്രാധാന്യവും മറക്കരുത്. പരലോക കോടതിയിൽ വെച്ച് എന്റെ ഈ സത്യദീനിനെ സംബന്ധിച്ച് നിങ്ങൾ എത്ര പേരെ കേൾപ്പിച്ചു എന്ന ചോദ്യത്തിൽ നിന്ന് ഈ പറയുന്ന ഞാനോ നിങ്ങളിൽ ആരെങ്കിലുമോ ഒഴിവല്ല. എല്ലാവരോടും ആ ചോദ്യം ഉണ്ടാകും എന്നത് ഉറപ്പാണ്. എത്ര ആളുകൾക്ക് നിങ്ങൾ ഈ ഇസ്ലാം എത്തിച്ചു എന്ന ചോദ്യത്തിൽ നിന്ന് നമ്മൾ ആരും ഒഴിവാവുകയില്ല. അത് നമ്മുടെ ബാധ്യതയാണെന്ന് മറന്നു പോകരുത്. അത് ഓരോരുത്തർക്കും നൽകപ്പെട്ട കഴിവുകൾ അവർ വിനിയോഗിച്ചേ പറ്റൂ. നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തുൽ അസ്റിന്റെ അതിൽ പറയുന്ന ആശയം നമുക്കെല്ലാം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കാലഘട്ടത്തെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു പറഞ്ഞൊരു യാഥാർത്ഥ്യം, മുഴുമനുഷ്യരും നഷ്ടത്തിൽ തന്നെയാണ്. ആ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നവർക്ക് 4 ഗുണങ്ങൾ ഉണ്ടാവണം. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരുമൊഴികെ അതുകൊണ്ടും രക്ഷപ്പെടുകയില്ല. വതവാസൗ ബിൽ ഹഖ്, താൻ വിശ്വസിച്ച് താൻ ആചരിച്ചു പോരുന്ന സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും മനസ്സിലാക്കിയിട്ടില്ലാത്ത 10,000 ലോകത്തുണ്ട്. അവരോട് ആ ഹഖ് ഉപദേശിക്കുന്നവരുമൊഴികെ. വതവാസൗ ബിസ്സബ്ർ, ഹഖ് ഉപദേശിക്കാൻ നടക്കുമ്പോൾ ആരും പൂമാലയിട്ട് സ്വീകരിക്കില്ല. പരിഹാസങ്ങളും പീഡനങ്ങളും കുത്തുവാക്കുകളും തെറിവിളികളും അക്രമങ്ങളും പീഡനങ്ങളും ഉണ്ടാകും. ഈ രംഗത്ത് നല്ല സഹനവും ക്ഷമയും പരസ്പരം ഉപദേശിക്കുവാനും സ്വയം ഉൾക്കൊള്ളുവാനും കഴിയുന്നവർക്കുമല്ലാതെ നഷ്ടത്തിന്റെ അധപ്പതനത്തിൽ നിന്ന് അഥവാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന് കാലത്തെ സാക്ഷി നിർത്തി സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻസാൻ എന്ന മനുഷ്യൻ എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ ഒഴിവല്ലല്ലോ, നമ്മൾ മനുഷ്യരാണല്ലോ. എങ്കിൽ നമ്മുടെയും കടമയാണ് അള്ളാഹുവിന്റെ ദീൻ അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് എത്തിക്കൽ. അതെത്തിക്കലേ നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ. എത്തിച്ചു കൊടുത്ത കാര്യം ആ ജനതയെ കൊണ്ട്, ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കലും അവരെ വിശ്വസിപ്പിക്കലും ഒരു മനുഷ്യന്റെയും ബാധ്യതയല്ല. അത് അവർക്കൊട്ട് കഴിയുന്ന കാര്യവുമല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിച്ചിട്ട് പോലും ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമ്മൾ കേട്ടു, ഇബ്രാഹിം എന്ന് പറയുന്ന മഹാനായ റബ്ബിന് ഏറെ ഇഷ്ടപ്പെട്ട, റബ്ബിന്റെ ഉറ്റമിത്രം എന്ന സ്ഥാനപ്പേരുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം യാ അബത്തി യാ അബത്തി യാ അബത്തി യാ അബത്തി എന്നിങ്ങനെ സ്നേഹസമ്പന്നമായ അഭിസംബോധന ശൈലിയിലൂടെ പിതാവിന്റെ പിന്നാലെ നടന്നു ഉപദേശിച്ചിട്ടും ആ മനുഷ്യൻ വിശ്വാസിയാവാതെ കാഫിറായിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീൻ എത്തിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ എത്തിക്കപ്പെട്ടത് എത്ര പേര് സ്വീകരിച്ചു എന്ന് നോക്കൽ നമ്മുടെ കടമയല്ല, അത് നമ്മുടെ കഴിവിൽപ്പെട്ടതുമല്ല. സാധ്യമാകുമായിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവിനെ നന്നാക്കുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് ആ മനുഷ്യന് കിട്ടാതെ പോയി. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന് പരലോകത്ത് വല്ല സ്ഥാനക്കുറവുമുണ്ടോ? ഇല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പരലോകത്ത് പല പ്രവാചകന്മാരും വരുമ്പോൾ അവരുടെ കൂടെ 2, 3, 4, 5 ഒക്കെ അനുയായികളെയും കൊണ്ട് പല പ്രവാചകന്മാരും വരും. ഏറ്റവും കൂടുതൽ അനുയായികളെയും കൊണ്ട് മഹ്ശറിൽ വരാൻ സൗഭാഗ്യം സിദ്ധിക്കുക എനിക്കാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് ഒരു വാചകം പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം. ചില നബിമാര് പരലോകത്ത് വരും, വലം യകുൻ മഅഹു അഹദ്, വലം യകുൻ മഅഹു അഹദ്. എന്താ അർത്ഥം? ആ നബിയുടെ കൂടെ ഒരാൾ പോലുമില്ല. ഒരനുയായിയെ പോലും കിട്ടാത്ത നബിമാരും പരലോകത്ത് വരും. എന്താണ് അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്? ഇസ്ലാമിക ദഅവത്ത് എത്തിക്കാൻ അള്ളാഹുവിന്റെ കാവലുള്ള, റബ്ബിന്റെ പ്രത്യേക മേൽനോട്ടമുള്ള, ഇസ്ലാമിക ദഅവത്തിന്റെ രീതിശാസ്ത്രങ്ങൾ എമ്പാടും അറിയാവുന്ന, കുറ്റമറ്റ നിലക്ക് തന്നെ ശൈലിയിലും നയത്തിലും ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത പ്രവാചകന്മാർക്ക് വരെ അനുയായികളെ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏർപ്പെടുന്നവരെ അതിൽ നിന്ന് പിടിച്ചു വലിക്കാൻ വേണ്ടി പലരും പറയാറുണ്ട്, നിങ്ങൾ എത്ര കാലമായി ഇത് പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നിങ്ങൾ എതിർക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയൊക്കെ റേഞ്ച് കൂടിയിട്ടല്ലാതെ, അവയുടെയൊക്കെ ഗ്രാഫ് ഉയർന്നിട്ടല്ലാതെ ഇന്ന് വരെ താഴ്ന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക പ്രബോധകന്മാരുടെ മനോവീര്യം തകർത്ത് ഇനി ആ മേഖലയിൽ വെറുതെ എന്തിനാ പണിയെടുക്കുന്നത്, നമ്മൾ പറയും തോറും ജനങ്ങൾ തെറ്റ് കൂട്ടാന്നല്ലാതെ ഒന്നും കമ്മി വരുത്തുന്നില്ല എന്ന് പറഞ്ഞ് ഈ പരിപാടി വേണ്ട എന്ന ചിലരുടെ കുബുദ്ധികളുടെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല. അവര് കേൾക്കലും കേൾക്കാതിരിക്കലും നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല, അത് അല്ലാഹുവാണ് തീരുമാനിക്കേണ്ടത്. ഫമിനല്ലാഹി തൗഫീഖ്, അല്ലാഹുവിൽ നിന്നാണ് തൗഫീഖ് ലഭ്യമാകേണ്ടത്. അലൈനൽ ബലാഗ്, അലൈനൽ ബലാഗ്, എത്തിച്ചു കൊടുക്കലേ നമ്മുടെ ഡ്യൂട്ടിയുള്ളൂ. മഹാന്മാരായ പ്രവാചകനോട് വരെ അല്ലാഹു തആല പറഞ്ഞത്, പ്രവാചകന്മാരെ കുറിച്ച് വരെ അല്ലാഹു പറഞ്ഞത്, ഫഹൽ അലർ റുസുലി ഇല്ലൽ ബലാഗ്, ദൂതന്മാർക്ക് എത്തിച്ചു കൊടുക്കലല്ലാതെ മറ്റെന്ത് ഡ്യൂട്ടിയാണുള്ളത്? അതുകൊണ്ട് ഇബ്രാഹിം എന്ന് പറയുന്ന മഹാനായ പ്രവാചകന് വിശ്വാസിയായിട്ട് എണ്ണിപ്പറയാവുന്നത് ഒരു ലൂത്ത് അലൈഹിസ്സലാമിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന് പരലോകത്തെ സ്ഥാനത്തിനൊരു കമ്മിയും ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മളും അതേ അവസരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദൗത്യം നിർവഹിച്ചില്ലേ? നിർവഹിച്ചു, കൃത്യമായി നിർവഹിച്ചു. അതിന്റെ പേരിൽ വരുന്ന പീഡനങ്ങളെ ഏറ്റുവാങ്ങി. അതാ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം. നമ്മൾ ഇസ്ലാമിക ദഅവത്ത് നടത്തിയിട്ട് എത്ര പേരെ കിട്ടി എന്നതല്ല നോക്കേണ്ടത്, നാം അത് ചെയ്തോ എന്നതാണ് പ്രശ്നം. അത് സമൂഹത്തിന് എത്തിച്ചു കൊടുത്തോ എന്നതാണ് പ്രശ്നം. കുടുംബക്കാരോട് പറഞ്ഞോ എന്നതാണ് പ്രശ്നം. നാട്ടുകാരോട് പറഞ്ഞോ എന്നതാണ് പ്രശ്നം. തന്റെ പരിചയക്കാരോട് പറഞ്ഞോ എന്നതാണ് വിഷയം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഖ്ലാസുമുണ്ടെങ്കിൽ അല്ലാഹു പ്രതിഫലം തരും. ഞാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ലയോ, ആരും അംഗീകരിച്ചില്ലയോ, ഒരു നഷ്ടവും വരാനില്ല. പക്ഷേ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെന്ന്, എന്റെ വാക്ക് കേട്ട് ഇവർ നന്നായെങ്കിൽ, ആ ഒരു നസീഹത്തും ആ ഒരു ഗുണകാംക്ഷ നിർഭരമായ മനസ്സും നമുക്കുണ്ടാകണം. അത് വേറെ വിഷയമാണ്. ആ മനസ്ഥിതിക്കും അല്ലാഹു നമുക്ക് പ്രത്യേകിച്ച് കൂലി തരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ പാഠം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. പലപ്പോഴും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് അടിവരയിട്ട് കൊണ്ട് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് എന്ത് കാര്യ, നിങ്ങൾ എതിർക്കുന്ന കാര്യമൊക്കെ അവിടെ കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കുണ്ട് തോന്നുവരും നിരാശ തോന്നരുത്. നമ്മുടെ ദൗത്യം പൂർവോപരി ശക്തിയോടെ വീണ്ടും മുന്നോട്ട് പോകണം. ഫലം നൽകേണ്ടത് അല്ലാഹുവാണ്, ചെയ്യേണ്ടത് നമ്മളാണ്. അല്ലാഹു നമ്മോട് ചെയ്യാനാ പറഞ്ഞത്, അതിന്റെ ഫലം അത് അള്ളയാണ്. അള്ളാന്റെ തൗഫീക്ക് കിട്ടിയവർക്കേ നന്നാവാൻ പറ്റൂ. നമ്മുടെ വിജയത്തിനാണ് നമ്മുടെ ദഅവത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനടക്കമുള്ള ഓരോരുത്തരും മനസ്സിലാക്കുക, നമുക്ക് നൽകപ്പെട്ട കഴിവുകളെ അല്ലാഹുവിന്റെ ദീൻ അതെത്തിയിട്ടില്ലാത്തവരിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങളിൽ നമ്മൾ ആ ഊർജം ചെലവഴിക്കണം. അത് ശാരീരികമാവാം, സാമ്പത്തികമാവാം, ഏത് നിലക്കാണോ നമുക്ക് ദഅവത്ത് നടത്താൻ സാധിക്കുക. ഒരു ക്ലാസ് നടക്കുമ്പോൾ അതിലേക്ക് ആളുകളെ പിടിച്ചു കൊണ്ടുവരൽ നമ്മുടെ ഒരു ദഅവത്താണ്, അല്ലേ? ഒരു വിഷയം പറയുമ്പോ അത് കേൾക്കാൻ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, എന്നാ പറഞ്ഞു കൊടുക്കാൻ ആളുകളെ കേൾപ്പിക്കാൻ ഒരു 10 ആളെ അല്ലെങ്കിൽ ഒരു 4 ആളെ ഒരാൾ കൂട്ടി വരിക, അങ്ങനെ ആളുകളെ കൂടുതൽ ഈ ദഅവത്ത് കേൾപ്പിക്കുക, അത് നമ്മുടെ ബാധ്യതയല്ലേ? ഓരോരുത്തരുടെയും കഴിവുകൾ അവരവരെ വിനിയോഗിക്കണം. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ചോദ്യത്തിന് വിധേയമാകുന്ന കാര്യമാണ്. ആയുസ്സന്തിനു വേണ്ടി ചെലവഴിച്ചു,
നിന്റെ ഇൽമ് എന്തിനു വേണ്ടി ഏത് മാർഗത്തിൽ നീ പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള ചോദ്യമുണ്ടാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മഹാനായ ലൂത്ത് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഈ പാഠം നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കിട്ടിയ അറിയപ്പെട്ട ഏക അനുയായിയായിരുന്നു ലൂത്ത് അലൈഹിസ്സലാം. അങ്ങനെ ലൂത്ത് നബിയും ആരുടെ കൂടെ ഹിജ്റ പോവുകയാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൂടെ. എവിടേക്കാ പോയത്? ഞാൻ പറഞ്ഞ പ്രദേശം, ഫലസ്തീനിന്റെ കിഴക്ക് ജോർഡാനിലും ഇസ്രായേലിലുമായി കൊണ്ട് സ്ഥിതി ചെയ്യുന്ന സദൂം എന്ന പ്രദേശത്തേക്കാണ്. മുഖ്യമായി അറിയപ്പെട്ടിരുന്ന പട്ടണം അന്നവിടെ സദൂമാണ്. ആ സദൂം ദേശത്തേക്കാണ് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. ആ ജനത സംസ്കാര ശൂന്യരായ ജനങ്ങളായിരുന്നു, വൃത്തികെട്ട ജനങ്ങളായിരുന്നു. ആ ജനത അള്ളാഹുവിനെ ധിക്കരിച്ച ശിർക്കും കുഫറും നടമാടിയിരുന്ന ആളുകളായിരുന്നതിന് പുറമെ ലോകത്ത് അതുവരെ കേട്ടിട്ടില്ലാത്ത വൃത്തികേടിന്റെ പ്രചാരകരും അതിന്റെ വക്താക്കളും പ്രണേതാക്കളുമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നത്. ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ഖൗമു ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കദ്ദബത് ഖൗമു ലൂത്തിനിൽ മുർസലീൻ إذ قال لهم أخوهم لوط ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനത മുർസലീങ്ങളെ നിഷേധിച്ചു. നമ്മളെപ്പോഴും പറയാറുണ്ട്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത വാസ്തവത്തിൽ നിഷേധിച്ചത് ഒരു നബിയെയാണ്. ലൂത്ത് നബിയെയാണല്ലോ ആ ജനങ്ങൾ നിഷേധിച്ചത്, കളവാക്കിയത്. പക്ഷെ ഖുർആൻ എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്? കദ്ദബത്ത് ഖൗമു ലൂത്തിനിൽ മുർസലീൻ. മുർസലീങ്ങളെ, പ്രവാചകന്മാരെ ലൂത്തിന്റെ ജനത നിഷേധിച്ചു. എന്താ അതിന്റെ അർത്ഥം? ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അള്ളാഹു അയച്ച എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കണം. ഒരു നബിയെ ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ നബിമാരെയും കളവാക്കിയതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ മാത്രം ആ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ആ നബിയെ നിഷേധിച്ചപ്പോൾ തന്നെ മുർസലീങ്ങളെ, പ്രവാചകന്മാരെ നിഷേധിച്ചു എന്നാണ് അവരെ സംബന്ധിച്ചും അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നബിയെ ഞാൻ അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തം കാഫിറായി. എല്ലാ നബിമാരെയും നിഷേധിച്ചതിന് തുല്യമായി മാറുന്നു. അദ്ദേഹം ആ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട വിശ്വസ്തനായ ദൂതനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഇതിനൊരു ഭൗതികമായ പ്രതിഫലവും നിങ്ങളില്ലെന്ന് ആവശ്യപ്പെടുന്നില്ല. റബ്ബുൽ ആലമീനിൽ നിന്നേ ഞാനത് ആഗ്രഹിക്കുന്നുള്ളൂ. അതൊക്കെ പറഞ്ഞിട്ട് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ദുഷിച്ച ഒരാചാരത്തെ ശക്തമായി മഹാനവറുകൾ എടുത്തു വിമർശിക്കുകയാണ്. أتأتون الذكران من العالمين وتذرون ما خلق لكم ربكم من أزواجكم بل أنتم قوم عادون أتأتون الذكران من العالمين. ലോകരിൽ നിന്ന് നിങ്ങൾ കാമപൂർത്തീകരണത്തിന് വേണ്ടി പുരുഷന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയാണോ? ആ ജനതയിലുണ്ടായിരുന്ന ദുർവൃത്തിയാണ്. ഒരു വിവാഹം കഴിച്ചു, പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, പെണ്ണുങ്ങളും മക്കളൊക്കെ ഉണ്ട്. പക്ഷേ കാമനിവൃത്തിക്ക് വേണ്ടി ഇവരെയൊന്നുമല്ല സമീപിക്കുക. അവര് സമീപിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ആണുങ്ങളെ തന്നെയാണ്. ആണും ആണും തമ്മിലുള്ള സ്വവർഗരതി നടത്തിയിരുന്ന ഒരു വൃത്തികെട്ട സമുദായം. മഹാനായ പ്രവാചകൻ ചോദിക്കുകയാണ്, ആളുകളിൽ നിന്ന്, ലോകരിൽ നിന്ന് പൂർത്തി നിങ്ങളുടെ കാമനിവാരണത്തിന് വേണ്ടി നിങ്ങൾ പുരുഷന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയാണോ? വതദറൂന മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും ബൽ അൻതും ഖൗമുൻ ആദൂൻ. വതദറൂന, നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു, നിങ്ങൾ വിട്ടേച്ച് കളയുകയും ചെയ്യുന്നു. മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും, നിങ്ങൾക്ക് ഭാര്യമാരായിട്ട് അല്ലാഹ് സൃഷ്ടിച്ചു തന്നവരെ നിങ്ങൾ ഒഴിവാക്കി വിടുകയും ചെയ്യുന്നു. ബൽ അൻതും ഖൗമുൻ ആദൂൻ, മാത്രമല്ല നിങ്ങൾ അതിരുകവിഞ്ഞ ഒരു ജനത തന്നെയാകുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറഞ്ഞത്, മുഅ്മിനീങ്ങൾ അവരുടെ ഫർജുകൾ, അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവർക്ക് അനുവദിച്ചിട്ടുള്ള ഇണകളിലല്ലാതെ അവരത് ഉപയോഗിക്കുന്നവരല്ല. അത് ആക്ഷേപിക്കപ്പെട്ട കാര്യവുമല്ല. എന്നാൽ
അള്ളാഹു വിഹിതമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ള മാർഗത്തിനപ്പുറം അവിഹിത വഴികളെ തേടിയാൽ ഫഉലൈക ഹുമുൽ ആദൂൻ, അവര് തന്നെയാണ് അതിരുകവിഞ്ഞ വിഭാഗമെന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ അവരെ ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തി. മറ്റൊരു സ്ഥലത്ത് കാണാം, വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി ഇന്നകും ലതഅതൂനൽ ഫാഹിഷ മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ആദ്യം കേട്ട വചനങ്ങൾ സൂറത്തു ശുഅറായിൽ നിന്നാണ്. ഇനി കേൾക്കുന്നത് സൂറത്തുൽ അൻകബൂത്തിലാണ്. വലൂതൻ ലൂത്ത് അലൈഹിസ്സലാമിനെയും ഓർക്കുവീൻ പ്രവാചകരെ. ഇത് ഖാല ലിഖൗമിഹി, അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, ഇന്നകും ലതഅതൂനൽ ഫാഹിഷത, നിങ്ങൾ നീചമായ വൃത്തിയെ സമീപിക്കുകയാണോ, മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, നിങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഒരാളും ആ നീചവൃത്തിക്ക് മുൻപ് ചെയ്തു പോയിട്ടില്ല. കണ്ടോ, ലൂത്ത് അലൈഹിസ്സലാം ജനതയോട് പറഞ്ഞ വാചകമാണ്. മാ സബഖകും ബിഹാ, ഈ നീചവൃത്തി കൊണ്ട് മുൻകടന്നിട്ടില്ല, മിൻ അഹദിൻ, ഒരാളും മിനൽ ആലമീൻ, ലോകരിൽ നിന്ന് ഒരാളും നിങ്ങൾക്ക് മുമ്പ് ഈ നീചവൃത്തി ചെയ്തിട്ടില്ല. അവ ലോകത്ത് ആദ്യമായി കാമപൂർത്തീകരണത്തിന് വേണ്ടി സ്വന്തം വർഗത്തിനെ ഉപയോഗിക്കുന്ന ഈ പറയുന്ന വൃത്തികെട്ട സമ്പ്രദായം, ഈ രൂപത്തിലുള്ള സ്വവർഗരതി എന്ന് പറയുന്ന ഏർപ്പാട് ആദ്യമായി തുടങ്ങിയത് ലൂത്ത് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്ന സദൂം നിവാസികളിൽ നിന്നാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ നീചവൃത്തി ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു പങ്ക് ആ സമുദായത്തിന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ലോകത്തൊരു തിന്മയുടെ കവാടം ആരാണോ ആദ്യമായി തുറന്നു വെച്ചത്, ആ കവാടത്തിലൂടെ ഖിയാമത്ത് നാൾ വരെ പ്രവേശിക്കുന്ന മുഴുവൻ ആളുകളുടെയും തിന്മയുടെ പ്രതിഫലം, കുറ്റം ചെയ്ത അവർക്കൊട്ടും കമ്മി വരുത്താതെ തുടക്കക്കാരുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മളൊന്നും ഒരു തിന്മയുടെ ചാവിയായി മാറാൻ പാടില്ല. നമ്മളായിട്ടൊരു തിന്മ തുറക്കാൻ പാടില്ല. നമ്മളായിട്ടൊരു തിന്മ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അത് നാട്ടിലൊട്ടാകെ ഓപ്പൺ ചെയ്യണം എന്നില്ല, സ്വന്തം വീട്ടിലും ഓപ്പൺ ചെയ്യാൻ പാടില്ല. വാപ്പ വാങ്ങിക്കൊടുത്ത ടിവിയാണ്, വാപ്പ വാങ്ങിക്കൊടുത്ത സംവിധാനമാണ്, വാപ്പ വെച്ചു കൊടുത്ത ചാനലാണ്, വാപ്പ പ്രവാസിയാണ്, മക്കളെവിടെയാണ്? മക്കള് വീട്ടിലാണ്. അവർ ഈ എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകളും കണ്ടും കേട്ടും രസിച്ചും അഭിരമിച്ചും കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മാതാപിതാക്കൾ ഹറമിലായിരിക്കും, ഹജ്ജിലായിരിക്കും, ഉംറയിലായിരിക്കും. ആ തക്കം നോക്കിയിട്ട് കുടുംബങ്ങൾ വീട്ടിൽ ഹറാമിലായിരിക്കും. അപ്പീം ബന്ധുക്കളൊക്കെ മക്കയില് ഹറമില്, ഇവരോവിടെ ഹറാമിൽ. വാപ്പ ചെയ്തു കൊടുത്ത, വാപ്പ വാങ്ങിക്കൊടുത്ത, വാപ്പ ഓപ്പൺ ചെയ്ത ഡോറാണ് ആ തിന്മയുടെ ഡോർ. അതിലൂടെ ആരൊക്കെ ഏതൊക്കെ തിന്മ കണ്ടോ, ഈ കണ്ടവരുടെ, ഈ പ്രവർത്തിച്ചവരുടെ കുറ്റത്തിലൊട്ടും കമ്മി വരുത്താതെ അതിന് കാരണക്കാരനായവന്റെ അക്കൗണ്ടിലേക്ക് അയാൾ മരിച്ചാലും ഇതിവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിഹിതം പോയിക്കൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളാരും തിന്മയുടെ ചാവികളും താക്കോലുകളുമായി മാറരുത്. അതേ അവസരത്തിൽ മഫാത്തിഹുൽ ഖൈർ, നന്മയുടെ കവാടം തുറക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം. എങ്കിൽ ആ നന്മയുടെ കവാടം നമ്മളായിട്ട് തുടങ്ങി വെച്ച ഒരു നന്മ, ആ നന്മയുടെ മാർഗത്തിലേക്ക് അന്ത്യനാൾ വരെ ആരൊക്കെ കടന്നു വരുന്നുവോ അവരൊക്കെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അവർക്കൊട്ടും കമ്മി വരുത്താതെ തന്നെ സൽക്കർമ്മങ്ങൾക്ക് ആ പ്രതിഫലം, മഹത്തായ പ്രതിഫലം അതിന്റെ തുടക്കക്കാരുടെ അക്കൗണ്ടിലേക്കും വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, നമ്മളായിട്ട് ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കാവൂ. നല്ലതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, നല്ലത് ഉപദേശിക്കേണ്ടത്, നല്ല മാർഗത്തിലാണ് പോവേണ്ടത്. മഹാന്മാരായ അമ്പിയാക്കൾക്കൊക്കെ അതുപോലെ തന്നെ ഇമാമിങ്ങൾക്കൊക്കെ ലോകത്ത് നടക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഒരക്കൗണ്ടിലേക്ക് അവരുടേതായ വിഹിതം ചെന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബിമാരും ഒക്കെയാണ് ഇവിടേക്ക് നന്മയുടെ ഡോർ ഓപ്പൺ ചെയ്ത് തന്നത്. അപ്പൊ തിന്മയാണെങ്കിലും നന്മയാണെങ്കിലും തുടക്കക്കാർക്ക് പിൽക്കാലത്ത് ചെയ്യുന്നവരുടെ വിഹിതം വരും എന്ന് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ കുറിച്ച് മഹാനായ ലൂത്ത് അലൈഹിസ്സലാം പറയുന്നത്, മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകത്തൊരു കൂട്ടി നിങ്ങൾക്ക് മുമ്പ് ഈ വൃത്തികെട്ട ഏർപ്പാട് ചെയ്തിട്ടില്ല. അങ്ങനത്തെ പണിയാ നിങ്ങൾ ചെയ്യുന്നത്. എന്താ നിങ്ങൾ ചെയ്തത്? അഇന്നകും ലതഅതൂന റിജാൽ വതഖ്തഊന അസ്സബീൽ,
വതഅതൂന ഫീ നാദീകുമുൽ മുൻകർ. 3 കാര്യങ്ങൾ പറഞ്ഞു. ഇന്നകും ലതഅതൂനർ റിജാൽ, നിങ്ങൾ പുരുഷന്മാരെയാണ് കാമനിവൃത്തിക്ക് വേണ്ടി സമീപിച്ചു കൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. വതഖതഊന സബീൽ, ജനങ്ങൾ നടന്നു പോകുന്ന വഴികളിൽ ഇരുന്നു കൊണ്ട് ശല്യം ചെയ്യലും നിങ്ങളുടെ ഹോബിയാണ്. ആ ജനതയിൽ ഉണ്ടായിരുന്ന മറ്റൊരു വൃത്തികേടാണ്. പൊതുജനങ്ങൾ നടന്നു പോകുന്ന വഴികളിൽ അവർ ഇരിക്കും. എന്നിട്ട് അതിലൂടെ കടന്നു പോകുന്ന ആണായാലും പെണ്ണായാലും ശരി, അവരുടെ സമ്പത്ത്, അവരുടെ മാനം, അവരുടെ അഭിമാനം അതൊക്കെ പറിച്ചു കീറും. അതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിൽ ഈ വൃത്തിക്ക് പരസ്യമായി ഉപയോഗപ്പെടുത്തും, പെണ്ണിനെയും ഉപയോഗപ്പെടുത്തും. അങ്ങനെ മോശപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, തെമ്മാടിത്തം ചെയ്യും, കമന്റ് അടിക്കും, ചൂളം വിളിക്കും. ഇതൊക്കെ ഇതിന്റെ തഫ്സീറുകളിൽ കാണാം. ഈ സമുദായത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞു, നിങ്ങൾ വഴിക്കവലകളിൽ ഇരിക്കരുത്. ജനങ്ങൾ നിർബാധം പോക്കും വരവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വഴിവക്കുകളിലും നാൽക്കവലകളിലും നിങ്ങൾ ഇരിക്കരുത്. സഹാബിമാരോട് അള്ളാന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോ സഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, പലപ്പോഴും അന്ന് പാർട്ടി ഓഫീസുകളോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള മുഷാവറ കേന്ദ്രങ്ങളോ ഒന്നുമില്ലാത്ത കാലമല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊത്തുകൂടുന്ന വഴികളിൽ വെച്ചായിരിക്കും പലപ്പോഴും നല്ല കാര്യങ്ങളെ കുറിച്ച് പോലും അവർ ചർച്ച ചെയ്യുക. അതുകൊണ്ട് അങ്ങനെ വഴികളിൽ ഇരിക്കാൻ പാടില്ലെന്ന് പ്രവാചക നിരോധം വന്നപ്പോൾ സഹാബിമാർ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു എക്സ്ക്യൂസ് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കണം, മാലനാ ബുദ്ധുൻ, ഞങ്ങൾക്ക് നിവൃത്തിയില്ല, പലപ്പോഴും അങ്ങനെ ഇരുന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഇരുന്നോളൂ, പക്ഷേ അങ്ങനെ പൊതുവഴികളിൽ ഇരിക്കുമ്പോ നിങ്ങൾ ചില കടമകൾ ആ വഴിക്ക് നൽകേണ്ടതുണ്ട്, ചില കടമകൾ നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? ഗദ്ദുൽ ബസർ. ഗദ്ദുൽ ബസർ, കണ്ണ് താഴ്ത്തണം, ദൃഷ്ടി താഴ്ത്തണം. അതിലൂടെ പലരും കടന്നു പോകും. പല വേഷക്കാര്, പല നാട്ടുകാര്, പല രൂപത്തിലുള്ള സംസ്കാരക്കാര് പലരും കടന്നു പോകും. നിന്റെ ദൃഷ്ടി നിയന്ത്രിക്കാനാവില്ലെങ്കിൽ ജനങ്ങളുടെ പോക്കും വരവുമുള്ള കവലകളിലും വഴിവക്കുകളിലും പോയി ഇരിക്കാൻ പാടില്ല, നിഷിദ്ധം. ഗദ്ദുൽ ബസർ, കണ്ണ് നീ താഴ്ത്തണം. അതുപോലെ തന്നെ കഫുൽ അദാ, ഉപദ്രവങ്ങളെ തടുക്കാൻ കഴിയണം, അതിൽ ഇടപെടാൻ കഴിയണം. അല്ലെങ്കിൽ അവിടെ ഇരിക്കരുത്, നോക്കിയിരുന്നാൽ നീയും അതിന്റെ ആളായി പോകും. റദ്ദുസ്സലാം, ആളുകൾ ഇങ്ങനെ പോകുമ്പോ മോമിനീങ്ങൾ സലാം പറയും. ഇതെന്താ, ഞാൻ മടക്കാൻ മാത്രം ഇങ്ങനെ ഇരിക്കണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ഒരാളെ ഉള്ളൂ, ഞാൻ ഒരുപാട് മടക്കണം എന്നും പറഞ്ഞിട്ട് സലാം പറയുന്നവനോട് ദേഷ്യം പിടിക്കരുത്, എന്നാ നീ അവിടുന്ന് എഴുന്നേറ്റ് പോയിക്കോ. ഇരിക്കുകയാണെങ്കിൽ എത്ര ആയിരക്കണക്കിന് ആള് വന്നിട്ട് അസ്സലാമു അലൈക്കും പറയാൻ ഒരു വെറുപ്പും കൂടാതെ വഅലൈക്കും അസ്സലാം പറഞ്ഞോളണം. റദ്ദുസ്സലാം, വൽഅംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കണം, ചീത്ത വിരോധിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ വിരുദ്ധമായി ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത്, വതഖതഊന സബീൽ, അവർ വഴികളിൽ ഇരുന്നു കൊണ്ട് കൊള്ള നടത്തും, കമന്റടിക്കും, ചീത്ത വൃത്തികേടുകൾ പലതും അവർ ചെയ്തിരുന്നു. അങ്ങനെ രൂപത്തിലുള്ള എല്ലാ ഏർപ്പാടുകളും അവർക്കുണ്ടായിരുന്നു. അവർ ചൂളം വിളിച്ചിരുന്നു എന്നാണ് പ്രത്യേകം തഫ്സീറുകൾ കാണാം. അവർ ചൂളം വിളിച്ചിട്ടാണ്, അവർ ജിനക്ക് വേണ്ടിയിട്ടുള്ള സൂചനയായിരുന്നു. ആണുങ്ങളെ വിളിച്ചിരുന്നത് ചൂളം വിളിച്ചിട്ടായിരുന്നു. അതുപോലെയുള്ള പല ഏർപ്പാടുകളും പല വൃത്തികെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അടുത്തത് നോക്കൂ, നിങ്ങളുടെ സദസ്സുകളിൽ വെച്ചാണ് നിങ്ങൾ നികൃഷ്ട പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്യമായിട്ടാണ് ചെയ്തിരുന്നത്. പരസ്യമായിട്ട് ആളുകൾ കാണുകയുള്ള സഭയിൽ വെച്ച് സ്വവർഗരതിയിൽ അവർ ഏർപ്പെടും. അന്ന് തുടങ്ങി വെച്ച പണി ഇന്നിവിടെ ചാനലുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള ഏതൊക്കെ മീഡിയകളുണ്ടോ അവരൊക്കെ ഒന്ന് ലോകത്ത് പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷങ്ങളാണത് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ അന്നേ തുടക്കം കുറിച്ചു. അധുനാധുന സൗകര്യങ്ങൾ കേട്ടുകേൾവി പോലുമില്ലാത്ത, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു യുഗത്തിലെ ജനതയും ഇത് പരസ്യമായി പ്രവർത്തിക്കാൻ അവർ മനസ്സ് കാണിച്ചു എന്ന വൃത്തികെട്ട മനസ്സിന്റെ പ്രോദ്ഘാടനം നിർവഹിക്കപ്പെട്ടവർ ജനതയായിരുന്നു സദോം നിവാസികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ നാദി എന്ന് പറഞ്ഞ സദസ്സാണ്. നിങ്ങളുടെ സദസ്സിൽ വെച്ച് നിങ്ങൾ വൃത്തികേടുകൾ, നീചമായ ഈ വൃത്തിയടക്കം എല്ലാ വൃത്തികേടുകളും അവർ സദസ്സിൽ വെച്ച് തന്നെ ചെയ്തിരുന്നു. ആനായ പ്രവാചകൻ ഇതൊക്കെ അവരോട് പറഞ്ഞു. ഫമാ കാന ജവാബ ഖൗമിഹി, എന്ത് പറഞ്ഞിട്ടെന്താ?
അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടിയായിരുന്നില്ല, ഇല്ലാ അൻ ഖാലു ഇത്തിനാ ബിഅദാബില്ലാഹ് ഇൻ കുൻത മിനസ് സാദിഖീൻ. നീ പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാന്റെ ശിക്ഷ ഇങ്ങ് വേഗം കൊണ്ടുവാ. അതാന്ന് കാണട്ടെ, അള്ളാന്റെ ശിക്ഷ ഒന്നും കൊണ്ടുവാ. ഇത് പറഞ്ഞതല്ലാതെ ആ പറഞ്ഞ വാചകങ്ങളിലേക്കോ വാക്കുകളിലേക്കോ ആ ജനത ഒട്ടും ചെവി കൊടുത്തില്ല. സൂറത്തുൽ അറാഫിലും ഈ കാര്യം പറയുന്നു. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ ഇന്നകും ലതഅതൂന الرجال ശഹവത മിൻ ദൂനിൻ നിസാ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ഇതേ ആശയമാണ് ഈ സൂറത്തുൻ നംലിൽ പറഞ്ഞെടുത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി, ലൂത്ത് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. അതഅതൂനൽ ഫാഹിശത വ അൻതും തുബ്സിറൂൻ. അതഅതൂനൽ ഫാഹിശ, നിങ്ങൾ ഈ ഫാഹിശത്ത് ചെയ്യുന്നുവോ, വാൻതും തുബ്സിറൂൻ, നിങ്ങൾ നോക്കി കണ്ടുകൊണ്ട്. കണ്ടോ, അവർക്കൊരു ഹരായിരുന്നു. ഒരാൾ ചെയ്യാൻ മറ്റൊരു കാണാം. ഈ രൂപത്തിലുള്ള വൃത്തികെട്ട സദസ്സ്, ആ രൂപത്തിൽ അവർ നോക്കി കണ്ടുകൊണ്ട്. വാൻതും തുബ്സിറൂൻ എന്നുള്ളിടത്ത് രണ്ട് വ്യാഖ്യാനം മുഫസ്സിരീങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, ഇതൊക്കെ മോശമാണെന്ന് അറിഞ്ഞുകൊണ്ടും കണ്ടുകൊണ്ടും നിങ്ങൾ അത് ചെയ്യുന്നു. അതല്ലെങ്കിൽ ആ വൃത്തി നിങ്ങളെല്ലാം കാണുക, നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കെ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. അള്ളാഹുവിനെ നിഷേധിക്കുകയും ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കളവാക്കുകയും അങ്ങനെ എല്ലാ വൃത്തികേടുകളും വാക്കിനാലും പ്രവൃത്തിയാലും ഒക്കെ ചെയ്ത ആ സമൂഹത്തിന്റെ പ്രതികരണം വളരെ മോശമായിരുന്നു, വളരെ മോശമായിരുന്നു. ഭീഷണിപ്പെടുത്തുക ചെയ്യുന്നത്. ഖാലൂ ലഇൻ ലം തൻതഹി യാ ലൂത്ത് ലതകൂനന്ന മിനൽ മുഖ്റജീൻ ഖാല ഇന്നി ലിഅമലികും മിനൽ ഖാലീൻ. ആ ജനത പറഞ്ഞു, ലഇൻ ലം തൻതഹി യാ ലൂത്ത്, ലൂത്തേ, നിന്റെ ഈ ദഅവത്തും പ്രബോധനവും ഈ സന്മാർഗം പറയലൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നീ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ലതകൂനന്ന മിനൽ മുഖ്റജീൻ, പുറത്തു പോകേണ്ടി വരും. ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും, നിന്നെ ഇവിടെ നാട്ടിൽ പുറത്താക്കും, പുറപ്പെട്ടു പോവുക തന്നെ ചെയ്യേണ്ടി വരും. ആനവറുകൾ കുലുങ്ങിയില്ല. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി, നിശ്ചയമായും ഞാൻ, ലിഅമലികും മിനൽ ഖാലീൻ, നിങ്ങളുടെ ഈ നീചവൃത്തിയോട് കഠിനമായ വിദ്വേഷമുള്ളവൻ തന്നെയാണ്, കഠിനമായ വിദ്വേഷമുള്ളവൻ തന്നെയാണ്. നിങ്ങൾ പുറത്താക്കി അകത്താക്കി എന്ത് വേണമെങ്കിൽ ചെയ്തോ, എനിക്കതൊന്നൊരു വിഷയമല്ല. മഹാനായ പ്രവാചകൻ ധീരമായിട്ട് അവരുടെ ആ എല്ലാ ആരുമില്ല സഹായത്തിനെ മനസ്സിലാക്കണം. ആരുമില്ല ഏത് സമയത്ത് അതൊക്കെ പറയുന്നതിനാലോചിച്ചു. ഒരുപാട് ആൾക്കാരും സഹായികളൊക്കെ ഉണ്ടായിട്ട് ലൂത്ത് നബി ധൈര്യം കൊണ്ട് പറഞ്ഞതായിരിക്കുന്നു. നമ്മൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ലൂത്ത് നബി ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വിദേശിയ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ സ്വദേശം വിട്ടുകൊണ്ട് ഹിജറ വന്നിട്ട് അവിടെ താമസാക്കിയ മറ്റൊരു നാട്ടുകാരനാ. ആരും കുടുംബങ്ങൾ, സ്വന്തം കുടുംബങ്ങൾ എന്ന് പറയാൻ ആരുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയും അതുപോലെ തന്നെ 2 പെൺമക്കളും ഉള്ളത്. ഭാര്യ പോലും വിശ്വസിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കണം. ഭാര്യ പോലും കാഫിറാണ്, ഭാര്യ പോലും വിശ്വസിച്ചിട്ടില്ല. 2 പെൺമക്കളാ വിശ്വസിച്ചിട്ടുള്ളത്. കുടുംബത്തിൽ പോലും വേറെ ആരുമില്ല, ആരും തുണയില്ല, ആൺകുട്ടികളില്ല, കരുത്തരായ മക്കളില്ല. എന്നിട്ടും പറയാണ്, ഇന്നി ലിഅമലികും മിനൽ ഖാലീൻ, നിങ്ങളുടെ ഈ നീചവൃത്തിയോട് ഞാൻ കഠിനമായി വിദ്വേഷമുള്ളവനും വെറുപ്പുള്ളവനും തന്നെയാണ്. അവര് പറഞ്ഞു, മാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലൂ അഖ്രിജൂഹും മിൻ ഖർയതികും ഇന്നഹും ഉനാസുൻ യതതഖറൂൻ. ഇവരെ പിടിച്ച് പുറത്താക്കൂ എന്നാണ് അവരുടെ അനുയായികളോട് അവര് പറഞ്ഞത്. ഇവര് വല്ലാത്തൊരു വൃത്തിയുള്ള ജനത തന്നെ. കളിയാക്കുകയാണ്. ഇന്നഹും ഉനാസുൻ യതതഖറൂൻ. ലൂത്തും ലൂത്തിന്റെ ഈ മക്കളുമൊക്കെ വലിയ വൃത്തിയുള്ളവരും വലിയ സംസ്കാരമുള്ളവരും വലിയ ശുദ്ധി പാലിക്കുന്നവരുമൊക്കെയാണെങ്കിൽ അത് പുറത്തു പോയിട്ട് ശുദ്ധന്മാരായി ജീവിച്ചോട്ടെ. ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ജീവിക്കണം. അതുകൊണ്ട് ശുദ്ധിയും വൃത്തിയും വെടിപ്പുമുള്ളവർക്ക് ഈ നാട് പറ്റൂല. അവരിവിടെ നിന്ന് പുറത്തു പോയേ പറ്റൂ. അതുകൊണ്ട് അവരെ പുറത്താക്കൽ നിർബന്ധമാണ്. മഹാനായ പ്രവാചകൻ അല്ലാഹുവിനോട് മനസ്സ് പൊട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചു പോയി. ഖാല റബ്ബിൻസുർനീ അലൽ ഖൗമിൽ മുഫ്സിദീൻ. ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ജനതക്കെതിരെ
റബ്ബേ നീ എന്നെ സഹായിക്കണമേ എന്ന് മഹാനായ പ്രവാചകൻ റബ്ബിനോട് ദുആ ഇരക്കുകയാണ്. ആ സമയത്തതാ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം നേരത്തെ തന്നെ റബ്ബ് ഏർപ്പാട് ചെയ്ത ചില പ്രവാചകന്മാരായ അഥവാ മനുഷ്യരുടെ വേഷത്തിൽ വന്നിട്ടുള്ള ദൂതന്മാര്, മലക്കുകളായ ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ നാട്ടിനെ ശിക്ഷിക്കാൻ വേണ്ടി റബ്ബ് മലക്കുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ നാട്ടിലേക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ശിക്ഷ നടപ്പിലാക്കാൻ പോകുന്ന മലക്കുകളാണ് മനുഷ്യവേഷത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് മുമ്പ് കയറി വന്നതെന്ന് ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് അതിഥികളുടെ വേഷത്തിൽ, മനുഷ്യവേഷത്തിൽ മഹാന്മാരായ മലക്കുകൾ കയറി വന്നപ്പോൾ ഏറ്റവും വിഭവസമൃദ്ധമായ നിലയ്ക്ക് തന്നെ മാംസത്തിന്റെ സദ്യയുണ്ടാക്കി അവരെ തീറ്റിക്കാൻ വേണ്ടി ഒരുങ്ങിയതും അവരതിലേക്ക് കൈനീട്ടാതെ വന്നപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പേടിച്ചു പോയതും ആ സമയത്തുണ്ടായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേടിയെ മലക്കുകൾ പറഞ്ഞുകൊണ്ട് സമാശ്വസിപ്പിച്ചതുമൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ നേരത്തെ ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് ചോദിച്ചല്ലോ, ഖാല ഫമാ ഖത്ബുകും അയ്യുഹൽ മുർസലൂൻ ഖാലൂ ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ. സൂറത്തു ദാരിയാത്തിലെ 31-32 ആയത്തുകളിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്ന അതിഥികളെ മനസ്സിലായില്ല, മലക്കുകളാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറിഞ്ഞിട്ടില്ല. ഭക്ഷണം കഴിക്കാത്തത് കണ്ടപ്പോൾ പേടിച്ചുപോയി. ചോദിക്കുന്നു, ഫമാ ഖത്ബുകും അയ്യുഹൽ മുർസലൂൻ, ഓ അയക്കപ്പെട്ട ദൂതന്മാരെ, എന്ത് ഡ്യൂട്ടിയാണ് നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്? എന്താണ് നിങ്ങളുടെ കാര്യം? എന്ത് ഡ്യൂട്ടി നിർവഹിക്കാനാ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടത്? ആ സമയത്ത് അവര് പറഞ്ഞു, ഖാലൂ, അവര് പറയുകയാണ്, ഇന്നാ ഉർസിൽനാ, നിശ്ചയമായും ഞങ്ങൾ നിയോഗിക്കപ്പെട്ടവരാണ്, ഇലാ ഖൗമിൻ മുജ്രിമീൻ, കുറ്റവാളികളായ കുറ്റകൃത്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ അടുക്കലേക്ക് ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു. അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിലെ 31-32 ആയത്തുകളിൽ അത് പറയുന്നു വിശദമായിട്ട്. ولما جاءت رسلنا إبراهيم بالبشرى قالوا إنا مهلكو أهل هذه القرية إن أهلها كانوا ظالمين قال إن فيها لوطا قالوا نحن أعلم بمن فيها لننجينه وأهله إلا امرأته كانت من الغابرين. ഇബ്രാഹിമിന്റെ അടുക്കൽ നമ്മുടെ ദൂതന്മാർ ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു പ്രവാചക ഒരു പുത്രൻ ജനിക്കാനിരിക്കുന്നു എന്ന സുവിശേഷവുമായി കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സമീപത്ത് നമ്മുടെ ദൂതന്മാർ വന്നപ്പോൾ ഖാലു, ഇവിടെ ചുരുക്കിയിട്ടാ പറയുന്നത്, വിശദമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വന്നു, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർ കഴിച്ചില്ല, അങ്ങനെ സംഭാഷണങ്ങളൊക്കെ നടന്നു എന്ന്. അങ്ങനെ അവര് പറഞ്ഞ മറുപടിയാണ്, ഖാലൂ, അവര് പറഞ്ഞു, ഇന്നാ മുഹ്ലികൂ അഹ്ലി ഹാദിഹിൽ ഖറിയ, ഇന്നാ മുഹ്ലികൂ അഹ്ലി ഹാദിഹിൽ ഖറിയ, ഞങ്ങൾ ആ നാട്ടുകാരെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ആ നാടിനെ മൊത്തം നശിപ്പിക്കാൻ പോവുകയാണ് ഞങ്ങൾ. ഇന്ന അഹ്ലഹാ കാനൂ ളാലിമീൻ. ഇബ്രാഹിം നബിയോട് അവർ പറയാണ്, ആ നാട്ടുകാര് അക്രമികളാണ്, ആ നാട്ടുകാർ കടുത്ത അക്രമമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിന്റെ ആ ഒരു നന്മ നിങ്ങൾ നോക്കൂ. അടുത്ത വാചകം എന്താണെന്നറിയോ? ആ നാട്ടുകാരെ മൊത്തം നശിപ്പിക്കാൻ പോകുകയാണെന്നല്ലേ പറഞ്ഞത്. ഉടനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് പറയാണ്, ഖാല ഇന്ന ഫീഹാ ലൂത്താ, ഖാല ഇന്ന ഫീഹാ ലൂത്താ, അവിടെ ലൂത്ത് ഉണ്ടല്ലോ, നശിപ്പിച്ച ലൂത്തും പെട്ടുപോകൂലേ? ലൂത്ത് ഉണ്ടല്ലോ അവിടെ, മഹാനായൊരു പ്രവാചകൻ. അദ്ദേഹത്തിന്റെ ഒരു കുടുംബം മാത്രമാണ് അവിടെ മുസ്ലിമായ വീടുള്ളത്. വേറെ മുസ്ലിമീങ്ങളുടെ ഒറ്റ പൊര ഒരു വീട് അവിടെ അല്ല. പക്ഷെ അവര് പെട്ടുപോകൂലേ ആ നാട് മൊത്തം നശിപ്പിക്കുകയാണെങ്കിൽ എന്ന സങ്കടം ഇബ്രാഹിം അലൈഹിസ്സലാം മലക്കുകളുടെ മുമ്പിൽ, ആ വന്ന അതിഥികളുടെ മുമ്പിൽ പറയുമ്പോൾ
അതിഥികളുടെ മറുപടി ഖാലൂ, അവരെ പറയാണ്, നഹ്നു അഅലമു ബിമൻ ഫീഹാ, ആ നാട്ടിൽ ആരൊക്കെയുള്ളതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം, അത് ഞങ്ങൾക്ക് നന്നായി അറിയാം, അതിനനുസരിച്ച് തന്നെ ഇടപെട്ടോളാനാണ് റബ്ബിന്റെ നിയോഗം. ലനുനജ്ജിയന്നഹു വഅഹ്ലഹു ഇല്ല ഇംറഅതഹു കാനത് മിനൽ ഗാബിരീൻ. ലനുനജ്ജിയന്നഹു, അദ്ദേഹത്തെ ഞങ്ങൾ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. ഇല്ല ഇംറഅതഹു, പക്ഷേ ഭാര്യയെ രക്ഷപ്പെടുത്താൻ കഴിയൂല, ഭാര്യയും നശിപ്പിക്കപ്പെടേണ്ടവളാണ്. കാനത് മിനൽ ഗാബിരീൻ, അവളും ശിക്ഷിക്കപ്പെടുന്ന, ശിക്ഷയ്ക്ക് വേണ്ടി ആ നാട്ടിൽ അവശേഷിപ്പിക്കപ്പെടുന്നവരിൽ പെട്ടവളാണ് അവളും. അവളല്ലാത്ത ഇബ്രാഹീമിന്, മഹാനായ ലൂത്ത് അലൈഹിസ്സലാമിനെയും ആ പെൺമക്കളെയും നാം രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് മലക്കുകൾ, ഈ അതിഥികൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് തിരിച്ചു പറയുന്നു. നല്ലവരെ കുറിച്ച് എപ്പോഴും സങ്കടം. ആ നാട്ടിൽ എന്താ നടന്നോട്ടെ നല്ലല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം പറയണം, അവിടെ ലൂത്തില്ലേ, നല്ലോരില്ലേ, എന്താ അവരുടെ സ്ഥിതി? സങ്കടം പങ്കുവെക്കാണ്. മറുപടി കിട്ടിയപ്പോ ആശ്വാസമായി. അവരെ നശിപ്പിക്കൂല, അവരെ നശിപ്പിക്കൂല. അവിടെ ഉള്ളവരെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നല്ല വിവരം അള്ളാഹ് തന്നിട്ടുണ്ട്, അതൊക്കെ നോക്കി ഇടപെട്ടോളാനാ പറഞ്ഞിട്ടുള്ളത്. ലൂത്തിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തും, ദൈവത്തിൽ വിശ്വസിച്ച മക്കളെയും രക്ഷപ്പെടുത്തും, ഭാര്യയെ രക്ഷപ്പെടുത്തൂല, അവള് മോശക്കാരിയാണ്, അവള് ശിക്ഷിക്കപ്പെടേണ്ടവരിൽപ്പെട്ട് ആ നാട്ടിൽ അവശേഷിക്കപ്പെടേണ്ടവൾ തന്നെയാണ് എന്ന് മഹാന്മാരായ അതിഥികൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞവർ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ നാട്ടിലേക്കാണ് യാത്ര പോയി. അതും പറഞ്ഞിട്ട് അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടേക്കാ നേരെ പോകുന്നത്? ലൂത്ത് അലൈഹിസ്സലാമിന്റെ സദൂം പട്ടണത്തിലേക്ക്. അവിടെ ചെന്നപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആശ്വാസമായല്ലോ. എന്ത്? ഇബ്രാഹിം നബിക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ വാചകം കിട്ടിയിട്ടുണ്ടല്ലോ. യാ ഇബ്രാഹിം അഅ്രിദ് അൻ ഹാദാ ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക് വഇന്നഹും മാതീഹിം അദാബുൻ ഗൈറു മർദൂദ്. ഇബ്രാഹിമേ, അതിനെപ്പറ്റി ഒന്നും ബേജാറാകണ്ട, അള്ളാന്റെ കൽപ്പന അവിടെ എത്തിയിട്ടുണ്ട്, അവർ ശിക്ഷിക്കപ്പെടും, ഒരു സംശയവുമില്ല. പക്ഷേ ലൂത്തും വിശ്വാസികളും രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആശ്വാസമായി. അദ്ദേഹം സമാധാനത്തോടുകൂടെ വീട്ടിലിരിക്കുമ്പോ അതിഥികൾ അവിടെ നിന്ന് ലൂത്ത് അലൈഹിസ്സലാമിന്റെ നാട്ടിലേക്ക് പോയി. അവിടേക്ക് എത്തിയതും ആരായിട്ട് തന്നെയാണ്? ളുയൂഫ്, അതിഥികളായിട്ട് തന്നെയാണ്. അതിഥികളായി ഏറ്റവും സുന്ദരന്മാരായ നല്ല പുരുഷവേഷത്തിൽ സുന്ദരന്മാരായ ആളുകൾ അവിടേക്ക് വന്ന ഇതേ ആളുകൾ തന്നെയാണ് അവിടെ പോകുന്നത്. നല്ല സുന്ദരന്മാരായിട്ടുള്ള ആണുങ്ങൾ, അതിഥികൾ അവർ പോവുകയാണ്. വിശുദ്ധ ഖുർആൻ അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. വലമ്മാ ജാഅത് റസൂലുനാ ലൂത്താ സീഅ ബിഹിം വദാഖ ബിഹിം ദർഅൻ വഖാല ഹാദാ യൗമുൻ അസീബ്. സൂറത്ത് ഹൂദിലെ 77-ാമത്തെ ആയത്ത്. വലമ്മാ ജാഅത് റസൂലുനാ ലൂത്തൻ, നമ്മുടെ ദൂതന്മാർ ലൂത്തിന്റെ അരികിലെത്തിയപ്പോൾ, ആ നാട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. സുന്ദരന്മാരായ പുരുഷവേഷത്തിൽ അവിടേക്ക് ആളുകൾ കടന്നു ചെല്ലുമ്പോ മക്കൾ പുറത്ത് ആദ്യം കണ്ടത് മക്കളാണ്. അതിഥികൾ വരുന്നുണ്ട്. മക്കൾക്ക് പേടിയായി, കാരണം നാട്ടുകാരെ വൃത്തികേട് ശരിക്കും മക്കൾക്കറിയാം. അകത്തുപോയി ബാപ്പയോട് പറഞ്ഞു, ബാപ്പാ, സംഗതി വളരെ ഗുരുതരമാണ്, നമ്മുടെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു, കുറെ ആളുകൾ വരുന്നു, അതിഥികൾ വരുന്നുണ്ട്. മഹാനായ ലൂത്ത് അലൈഹിസ്സലാമിനോട് മക്കൾ പോയി വിവരം പറഞ്ഞു. ലൂത്ത് അലൈഹിസ്സലാമിന് പേടിയായി. അതാണ് വലമ്മാ ദൂതന്മാര് വന്നപ്പോൾ തന്നെ, ആ അതിഥികൾ വന്നപ്പോ തന്നെ ലൂത്തൻ സീഅ ബിഹിം, അവരുടെ കാര്യമോർത്ത് സങ്കടപ്പെട്ടു. അദ്ദേഹത്തിന് സഹിക്കാനായില്ല സങ്കടം. വദാഖ ബിഹിം ദർആ, അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത നിലക്കുള്ള മനസ്സ് ഇടുങ്ങിപ്പോയി എന്നാണ് മഹാനവറുകൾ പറഞ്ഞുപോയി. ഹാദാ യൗമുൻ അസീബ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വല്ലാത്തൊരു കഠിനമായ ദിനം തന്നെയാണ്. എന്ത് ചെയ്യും റബ്ബേ എന്ന് മഹാനായ ലൂത്ത് അലൈഹിസ്സലാം സങ്കടപ്പെടുന്നു. ആ വിവരം, അതാ അതിഥികൾ വന്നു കയറിയ വിവരം ആരും അറിയാതെയാണ്. ആരും ആ വീട്ടിലേക്ക് കടന്നു വന്നത് കണ്ടിട്ടില്ല. പക്ഷേ മഹാനായ ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിൽ തന്നെ ചാരപ്പണിയെടുക്കുന്ന ഒരാളുണ്ട്. അതവിടുത്തെ ഭാര്യയാണ്. ആ ഭാര്യ ഉടനെ തന്നെ അവരെ കാണാതെ ഇറങ്ങി ചെന്നിട്ട്
നാട്ടുകാരുടെ നേതാക്കൾക്ക് വിവരം കൊടുക്കുകയാണ്, വീട്ടിൽ ഗസ്റ്റുകൾ എത്തിപ്പോയിട്ടുണ്ട്, നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സുന്ദരന്മാരായ അതിഥികളാ വന്നു ചേർന്നിട്ടുള്ളത്, ഉപയോഗിച്ചോ എന്ന് കൂട്ടിക്കൊടുപ്പിന് വേണ്ടിയിട്ട് ആ സമൂഹത്തോട് പോയിട്ട് ചാരവൃത്തി നടത്തിയിട്ട് മടങ്ങി വരികയാണ് ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യ. ആ നിലക്കാണ് ലൂത്ത് അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ ഭാര്യ വഞ്ചിച്ചത്. അതുകൊണ്ടാണ് ഖാനതാഹുമാ, ആ നബിയെ വഞ്ചിച്ചവനാണ് ആ പെണ്ണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഫഖീല ദുഖുലന്നാറ മഅദ്ദാഖിലീൻ, നരകത്തിലേക്ക് കടക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് കടന്നോ പെണ്ണേ എന്ന ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യയോടും അല്ലാഹ് പറയുമെന്ന് ഖുർആൻ വളരെ കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യയും നൂഹ് അലൈഹിസ്സലാമിന്റെ ഭാര്യയും പ്രവാചകന്മാരെ അനുസരിച്ചിട്ടില്ല. വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവർ വഞ്ചിച്ചു. ഈ പ്രവാചകന്മാരെ അവർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ നശിപ്പിക്കപ്പെട്ടു. നാളെ പരലോകത്ത് കാഫിറുകളായ ആളുകൾക്കുള്ള ഉപമയായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈനി, സാലിഹീങ്ങളായ രണ്ട് അടിമകളുടെ കീഴിലായിരുന്നു ഈ രണ്ട് ഭാര്യമാരും. പക്ഷേ ഫഖാനതാഹുമാ, ഇവർ രണ്ടാളും വഞ്ചിച്ചതുകൊണ്ട് ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, ഉദിയാപ്പിളാര് ഭർത്താക്കന്മാര് നബിമാരാണെന്ന കെയർ ഓഫിൽ പരലോകത്ത് അവർക്ക് ഒന്നും നേടാനായില്ല. വഖീല ദുഖുലന്നാർ, അവരോട് പറയപ്പെട്ടു എന്ന് പറയപ്പെടും, ഉദ്ഖുലന്നാർ, രണ്ടാളും നരകത്തിലേക്ക് കടന്നോ പെണ്ണുങ്ങളെ, മഅദ്ദാഖിലീൻ, കടക്കുന്നവരുടെ കൂടെ നിങ്ങളും കടന്നോ. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യ അദ്ദേഹത്തെ വഞ്ചിച്ചത് ഇങ്ങനെ. വേറെ വ്യഭിചാരം, അവർ വ്യഭിചാരം ചെയ്തു എന്നല്ല, ഒരു നബിമാരുടെ ഭാര്യമാരും വ്യഭിചരിച്ചിട്ടില്ല. വ്യഭിചാരമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ നീചവൃത്തിക്ക് കൂട്ടുനിന്നു, വിവരം കൊടുക്കുക, അങ്ങനത്തെ ചാരപ്പണി എടുക്കുക, ഇതൊക്കെ പണി. ഇങ്ങനെ മഹാനായ പ്രവാചകന്റെ മനസ്സ് വിഷമിച്ചു. വിവരം കിട്ടിയല്ലോ, ആരും അറിയാതെ വന്ന ഗസ്റ്റുകളായി. ലൂത്ത് അലൈഹിസ്സലാം ഇങ്ങനെ സ്വകാര്യമായിട്ട് ഏതായാലും ഒരു വന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് ഈ വിവരം അവർക്ക് കിട്ടിയിട്ട് വജാഅഹു ഖൗമുഹു യുഹ്റഊന ഇലൈഹി വമിൻ ഖബ്ലു കാനൂ യഅമലൂന അസ്സയ്യിആത് قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزوني في ضيفي أليس منكم رجل رشيد. സങ്കടം സഹിക്കവയ്യാതെ മഹാനായ പ്രവാചകൻ വജാഅഹു ഖൗമുഹു, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എത്തി. യുഹ്റഊന ഇലൈഹി, ഓടിക്കതച്ചെത്തി എന്നാ പറയുന്നത്. വിവരം കിട്ടേണ്ട താമസം എരച്ച് കയറി. ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിന്റെ പരിസരത്ത് വമ്പിച്ച ജനക്കൂട്ടം, വൃത്തികേടിന്റെ കേളി കേട്ട ജനക്കൂട്ടം, സ്വർഗരതിയുടെ നേതാക്കളായ ആളുകളുടെ ഒരു കൂട്ടം ജനത ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടുപടിക്കൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. യുഹ്റഊന ഇലൈഹി എന്നാ ഖുർആൻ പറഞ്ഞത്. ഓരോരുത്തരൊന്നുമല്ല, കൂട്ടമായിട്ട് മുസ്രിഈൻ, ധൃതി കൂട്ടിയിട്ട് കിട്ടിപ്പോയി ഇരകളെ എന്ന നിലക്ക് സന്തോഷത്തോടെ ഓടിക്കതച്ചു വന്നു. വമിൻ ഖബ്ലു കാനൂ യഅമലൂന അസ്സയ്യിആത്, മുമ്പേ ഈ നീചവൃത്തി ചെയ്ത് പരിചയമുള്ള ജനതയാണവര്. അത് മുമ്പേ ചെയ്ത് പരിചയമുള്ള ജനതയാണത്. അതുകൊണ്ട് പുതിയ ഗസ്റ്റുകളെ കിട്ടി എന്ന് വന്നപ്പോ ഓടിക്കലച്ച് സ്പീഡിൽ വരുന്നു. മഹാനായ ലൂത്ത് അലൈഹിസ്സലാമിന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചുപോയി. അദ്ദേഹം ആ ജനതയോട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഹൗലായി ബനാതി, ഇതാ എന്റെ പെൺകുട്ടികൾ, ഞാൻ അവരെ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരാം. അതല്ലെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ നിങ്ങൾക്ക് മാന്യമായ നിലക്ക് വിവാഹം കഴിച്ച് വിവാഹ ജീവിതം നയിക്കാമല്ലോ. അതല്ലേ ഹുന്ന തുഹറു ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ജീവിതത്തിന് പരിശുദ്ധി അതല്ലേ. അല്ലാഹ് നിശ്ചയിച്ച വിഹിതമായ മാർഗത്തിലേർപ്പെട്ടുകൂടെ? ഈ വൃത്തികെട്ട ഏർപ്പാടില്ലെന്ന് വിട്ടുനിന്നുകൂടെ ജനങ്ങളെ എന്ന് മഹാനായ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഖൽബിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. വീണ്ടും പറഞ്ഞു, ഫത്തഖുല്ലാഹ്, ഒന്ന് അല്ലാഹനെ പേടിക്കും ജനങ്ങളെ.
അള്ള കാണുന്നുണ്ട് കേട്ടോ, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഈ വൃത്തികേടിന് നിങ്ങൾ മുതിരല്ല. മാത്രമല്ല, എന്റെ വീട്ടിലേക്ക് വന്നവരെന്റെ അതിഥികളാണ്. വലാ തുഹ്സൂനി ഫീ ളൈഫീ, എന്റെ വീട്ടിലേക്ക് വന്ന എന്റെ ഗസ്റ്റുകളെ നിങ്ങൾ അപമാനിച്ചു പോകരുത്. ആതിഥ്യ മര്യാദ നന്നായിട്ടറിയാമല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ശിഷ്യനാണല്ലോ ലൂത്ത് അലൈഹിസ്സലാം. അതിഥികൾക്ക് വിഷമമുണ്ടാകുന്ന ഒരു വാക്കുപോലും ഉരിയാടിക്കൂടെന്നും അവർക്ക് വിഘാതമാകുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പെരുമാറ്റം പോലും, ഒരു ശതമാനം പോലും ഉണ്ടായിക്കൂടെന്നും നേതാവായ ഇബ്രാഹിം നബിയിൽ നിന്ന് ശിക്ഷണം കിട്ടിയ പ്രവാചകനല്ലയോ ലൂത്ത് അലൈഹിസ്സലാം. അതുകൊണ്ട് ഈ ജനങ്ങളോട് പറഞ്ഞു, എന്റെ അതിഥികളെ അപമാനിക്കല്ലേ, എന്റെ അതിഥികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ അപമാനിക്കല്ലേ. അവസാനം ഒരു ചോദ്യം ചോദിക്കുകയാണ്, അലൈസ മിൻകും റജുലുർ റശീദ്. അല്ല ജനങ്ങളെ, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്, വിവേകം തൊട്ട് തീണ്ടിയ ഒരൊറ്റ മനുഷ്യനും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാതെ പോയോ? ഒറ്റൊന്നുമില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ളവര്? എന്ത് നിങ്ങൾക്ക് പറ്റിപ്പോയത്? ഇത്രയും ജനക്കൂട്ടത്തിന്റെ ഇടക്ക് ഒരെണ്ണം മരുന്നിനൊരു വിവേകമുള്ള സാധനങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് മഹാനായ പ്രവാചകൻ പറഞ്ഞപ്പോൾ, ഏത് ചെകുത്താന്റെ കാതിലേക്കാണ് ഈ വേദമോദി കൊടുക്കുന്നത്? അവർക്കുണ്ടോ അതൊക്കെ യേശുന്നു? ഖാലൂ ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ് വഇന്നക ലതഅലമു മാ നുരീദ്. ആ ജനങ്ങൾ പറഞ്ഞു, ലൂത്തേ, ലഖദ് അലിംത, നിനക്ക് നന്നായി അറിയാമല്ലോ, മാ ലനാ, ഞങ്ങൾക്കില്ലെന്ന്, ഫീ ബനാതിക മിൻ ഹഖ്, നിന്റെ പെൺകുട്ടികൾക്ക് ഞങ്ങളെ വേണ്ട, നിന്റെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അവരെ വേണ്ട, ഞങ്ങൾക്ക് പെണ്ണിനെ വേണ്ട, ഞങ്ങൾക്ക് സ്ത്രീകളെ വേണ്ട. വഇന്നക ലതഅലമു മാ നുരീദ്, ഞങ്ങളെന്താണ് ആശിക്കുന്നത്, ഞങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിനക്ക് തന്നെ നന്നായി അറിയാമല്ലോ. അതുകൊണ്ട് അവരങ്ങോട്ട് വിട്ടതാ. അവര് പറഞ്ഞു ഞങ്ങൾ വേറൊരായത്തിൽ കാണാം, പട്ടണ നിവാസികൾ സന്തോഷപുളകിതരായിക്കൊണ്ട് ഓടി വരികയാണ്. ആ സമയത്ത് മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഇതെന്റെ അതിഥികളാണ്, വലാ തഫ്ലഹൂൻ, വഷളാക്കരുത് എന്നെ വഷളാക്കരുത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവീൻ, വലാ തുഹ്സൂൻ, എന്നെ നിന്ദിക്കല്ലേ, അപമാനിക്കല്ലേ. ആ അവസരത്തിൽ ഖാലൂ അവലം നൻഹകാനിൽ ആലമീൻ, ഒരു ചോദിച്ച അടുത്ത ചോദ്യമാണ്, നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ലൂത്തേ, ആണുങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് വിട്ടേരണം, പെണ്ണുങ്ങളെ വേണമെങ്കിൽ ഗസ്റ്റ് ആയിട്ട് സ്വീകരിച്ചോ. ഈ നാട്ടിലേക്ക് ആണുങ്ങൾ വന്നാൽ നീ ഗസ്റ്റ് ആയിട്ട് സ്വീകരിച്ചോ, പെണ്ണുങ്ങൾ വന്നാൽ ഗസ്റ്റ് ആയിട്ട് സ്വീകരിച്ചോ, ആണുങ്ങൾ എടുക്കരുത്, അത് ഞങ്ങൾക്കുള്ളതാണ്. മുമ്പേ നിന്നോട് ഞങ്ങൾ ഇതൊക്കെ വിലക്കിയതാണ്, ഭീഷണിപ്പെടുത്തുക. ഖാല ഹഉലാഇ ബനാതി ഇൻ കുൻതും ഫാഇലീൻ, എന്റെ പെൺമക്കൾ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പോരെ, എന്തിനാണ് ഈ വൃത്തികേട് എന്നൊക്കെ മഹാനായ പ്രവാചകൻ അവരോട് പറഞ്ഞു നോക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് പറയാണ്, ലൂത്ത് നബിയോട് പറയാണ്, ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ, അവരവരുടെ ആ ലഹരിയിലും മത്തിലും തന്നെ വിഹരിക്കുകയാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം മനസ്സ് പൊട്ടിയിട്ട് മഹാനായ ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞൊരു വാചകമുണ്ട്, ഖാല ലൗ അന്ന ലീ ബികും ഖുവതൻ ഔ ആവി ഇലാ റുക്നിൻ ശദീദ്. മഹാനവറുകൾ പറഞ്ഞു, ലൗ അന്ന ലീ ബികും ഖുവ, നിങ്ങളെ നേരിടാൻ എനിക്കൊരു പവർ കിട്ടിയിരുന്നെങ്കിൽ, നിങ്ങളെ എതിരിടാൻ എനിക്കൊരു ശക്തി കിട്ടിയിരുന്നുവെങ്കിൽ, ഔ ആവി ഇലാ റുക്നിൻ ശദീദ്, അതല്ലെങ്കിൽ ഏറ്റവും കഠിനമായ, എനിക്ക് സഹായിക്കാൻ എന്നെ കൽപ്പുള്ള ഒരു തൂണിലേക്ക് എനിക്ക് സഹായം തേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഏതാണ് ആ റുക്നുൻ ശദീദ്? അല്ലാഹ് തന്നെ. അള്ളാന്റെ അടുത്തേക്ക് ഞാൻ മടങ്ങുകയാണ്. മഹാനായ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ മനസ്സ് പൊട്ടി തകരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നത്, വയർഹമുല്ലാഹു ലൂത്ത് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ലഖദ് കാന യഅ്വി ഇലാ റുക്നിൻ ശദീദ്, മഹാനവറുകൾ എപ്പോഴും ശദീദായ നല്ല ശക്തിയുള്ള തൂണിൽ അവലംബിക്കുന്നയാളായിരുന്നു. യഅനി അല്ലാഹു അസ്സ വജല്ല, അള്ളാഹുവിനോട് തന്റെ മനസ്സ് പൊട്ടിക്കൊണ്ട് തേടി, അള്ളാഹുവിനോട് മനസ്സ് പൊട്ടിക്കൊണ്ട് മഹാനായ പ്രവാചകൻ തേടുകയാണ്, എനിക്ക് ആരുമില്ലല്ലോ സഹായത്തിന്, ഞാൻ എന്ത് ചെയ്യും?
ആരാളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 പെൺകുട്ടികളാ. ഈ പെൺമക്കൾ മാത്രം, വീട്ടിലൊരു ആൺതരിയില്ല, ആരുമില്ല സഹായത്തിന്. ആരാവിനുള്ള നാട്ടിലാണെങ്കിൽ വിദേശിയാണ്, ആരുമില്ല, കുടുംബക്കാരില്ല, ആരുമില്ല. എന്ത് ചെയ്യണം? അതിഥികൾ വന്ന് വീട്ടിലിരിക്കുക. എന്താണ് ചെയ്യേണ്ടത്? ഭൂരിപക്ഷ വ്യാഖ്യാനം അനുസരിച്ച് വന്നവരാരാന്നറിയോ? ജിബ്രീലുണ്ട്, മീകായിലുണ്ട്, ഇസ്രാഫീലുണ്ട് അലൈഹിമുസ്സലാം. മഹാന്മാരായ ദൂതന്മാരാണ് വന്നിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ തന്റെ മനസ്സ് പൊട്ടി സങ്കടപ്പെട്ട് ജനങ്ങളോട് ഈ വർത്തമാനമൊക്കെ പറയുമ്പോഴും വന്ന അതിഥികൾക്ക് ഒരു കുലുക്കമല്ല, വന്ന അതിഥികൾക്ക് ഒരു ഭാവഭേദവും കാണാനില്ല. അവസാനം ലൂത്ത് അലൈഹിസ്സലാമിന്റെ ദയനീയ സ്ഥിതി ശരിക്കും കണ്ടറിഞ്ഞ അതിഥികൾക്ക് തോന്നി, ഇനി നമ്മൾ വന്ന കാര്യം പറയാതിരുന്നാൽ ലൂത്തിന്റെ മനസ്സ് പൊട്ടിപ്പോകും. അതുകൊണ്ട് ധൈര്യം കൊടുക്കേണ്ട. ഇനി വന്ന അതിഥികൾ ഒരു വാതിൽ മുട്ടാൻ തുടങ്ങി. വന്നവര് വാതിൽ മുട്ടി തുറക്കാൻ തുടങ്ങി, ചവിട്ടാൻ തുടങ്ങി. അതിഥികൾ വീട്ടിന്റെ അകത്തിരിപ്പാണ്. അവർ വാതിൽ മുട്ടി ചവിട്ടി തുറക്കുന്ന ഘട്ടമെത്തിയപ്പോഴാണ് മഹാനായ പ്രവാചകൻ പ്രാർത്ഥിച്ചു പോകുന്നത്, അല്ലാ, ഇനി എനിക്കാരുണ്ട്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്കൊരു ശക്തിയില്ലാതെ പോയല്ലോ. ആ സമയത്ത് ഈ സങ്കടം കേട്ടുകൊണ്ട് മലക്കുകൾക്ക് മനസ്സിലായി, ദൂതന്മാർക്ക് മനസ്സിലായി, ലൂത്ത് അലൈഹിസ്സലാം വല്ലാതെ വിഷമിക്കുന്നു. ആ സമയത്ത് സമാധാനിപ്പിക്കാൻ ഏതുപോലെ ഹിറാ ഗുഹയിൽ വെച്ച്, സൗർ ഗുഹയിൽ വെച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന വേളയിൽ ശത്രുപ്പ വന്ന് ഗുഹാമുഖത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞില്ലേ, പ്രവാചകരെ, ഒന്ന് കുനിഞ്ഞു നോക്കിയാ നമ്മൾ പിടിക്കപ്പെടും. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? ലാ തഹ്സൻ, ദുഃഖിക്കണ്ട, പേടിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹുണ്ട് നമ്മുടെ കൂടെ, അല്ലാഹുണ്ട് നമ്മുടെ കൂടെ. മൂസ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ആർത്തലച്ച് വരുന്ന ഫറോവയുടെ പട്ടാളത്തെ കണ്ട്, മുന്നിലാണെങ്കിൽ ആർത്തലച്ച് തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രവും കണ്ട് എവിടേക്ക് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെട്ടുകൊണ്ട് മഹാനായ പ്രവാചകനോട് സങ്കടം പറയുമ്പോ മഹാനായ മൂസ നബിയും പറഞ്ഞത് എന്തിനാണ്? ഇന്ന മഴിയ റബ്ബി സയഹ്ദി, അല്ലാഹുണ്ടടാ നമ്മുടെ കൂടെ, അല്ലാഹുണ്ട്. മഹാനായ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഈ വേജാറും വെപ്രാളവും കണ്ടപ്പോ വന്നവര് പിന്നെ മറച്ചു വെച്ചില്ല. ഖാലൂ യാ ലൂത്ത് ഇന്നാ റസൂലു റബ്ബിക ലൻ യസിലൂ ഇലൈക്, ഞങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അയക്കപ്പെട്ട ദൂതന്മാരാണ് ലൂത്തേ. ലൻ യസിലൂ ഇലൈക്, അവർക്ക് നിന്റെ അടുത്തേക്ക് എത്താൻ കഴിയൂല. ലാ തഖഫ് വലാ തഹ്സൻ ഇന്നാ മുനജ്ജൂക വഅഹ്ലക ഇല്ലാ ഇംറഅതക കാനത് മിനൽ ഗാബിരീൻ. ലാ തഖഫ് ലൂത്തേ, പേടിക്കണ്ട, വലാ തഹ്സൻ, ദുഃഖിക്കണ്ട ലൂത്തേ, ഇന്നാ മുനജ്ജൂക, നിശ്ചയം ഞങ്ങൾ നിന്നെ രക്ഷപ്പെടുത്തുന്നവരാണ്, വഅഹ്ലക, നിന്റെ വീട്ടുകാരെയും, ഇല്ലാ ഇംറഅതക, വഞ്ചകയായ പെണ്ണിനെ രക്ഷപ്പെടുത്തൂല, കാനത് മിനൽ ഗാബിരീൻ, അവൾ നശിപ്പിക്കപ്പെടേണ്ടവൾ തന്നെയാണ്, അവരതിനായി ബാക്കിയാക്കപ്പെടേണ്ടവൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ലൂത്ത് അലൈഹിസ്സലാമിനെ സമാധാനിപ്പിക്കുന്നു. പിന്നെ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് മഹാനവറുകൾക്ക് അവർ നിർദ്ദേശം കൊടുക്കുന്നു. ആ ചെയ്യേണ്ട കാര്യങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ശിക്ഷകളുമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുകൊണ്ട് വിശദീകരിക്കുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പാതയിൽ അടിയുറച്ചു മുന്നേറുവാനും അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ നമുക്ക് പകർന്നു നൽകപ്പെട്ടിട്ടുള്ള സത്യത്തിന്റെ സന്ദേശങ്ങളെ അതിന്റെ പ്രയോഗവൽക്കരണത്തിൽ മുന്നോട്ട് നീങ്ങുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിലും അള്ളാഹുവിന്റെ കാവലും തുണയും അവൻ നമ്മിൽ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പരിചയത്തിലും അല്ലാത്തവരുമൊക്കെയായി ഹോസ്പിറ്റലുകളിലുണ്ട്, വീടുകളിലുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ സമ്പൂർണ്ണമായ ശിഫ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും അവരെയും നീ എല്ലാവിധ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തിൽ ഒരുമിച്ച് ചേർക്കണമേ നാഥ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين.
اللهم توفنا مسلمين والحقنا بالصالحين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.